നിങ്ങൾ കുറേ നാളുകളായിട്ട് ജോലി ചെയ്യുന്നുണ്ട്, ധാരാളം പണം സമ്പാദിക്കുന്നുണ്ട്. പക്ഷെ ചിലർക്കെങ്കിലും ഒരു സങ്കടമാണ്, ഞാൻ പണം ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ എൻ്റെ കയ്യിൽ ആ പണം നിലനിൽക്കുന്നില്ല, വരുന്നതിനേക്കാൾ കൂടുതൽ പണം ചെലവായി പോവുകയാണ് എന്നൊരു വിഷമം. അങ്ങനെയാണെങ്കിൽ ചില ശീലങ്ങളിൽ ഒരു മാറ്റം വരുത്തി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പണം നിലനിൽക്കുന്ന കാര്യത്തിലും നിങ്ങൾക്കൊരു പോസിറ്റീവ് മാറ്റം ഉണ്ടാക്കി കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതിൽ പ്രധാനപ്പെട്ട ഒരു ശീലം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ട, അല്ലെങ്കിൽ നിങ്ങളിൽ മാറ്റം വരുത്തേണ്ട ഒരു ശീലം, നിങ്ങൾ ഇന്നു മുതൽ മനസ്സിലാക്കുക, പണം എന്ന് പറയുന്നത് കേവലം കറൻസിയോ കോയിനോ മാത്രമല്ല, അതൊരു ഫിസിക്കൽ ആയിട്ടുള്ള ഒരു വസ്തുവല്ല. മണി ഈസ് എ ഡിവൈൻ എനർജി. പണം ദൈവികമാണ്. അങ്ങനെയാണെങ്കിൽ ആ പണം നമ്മൾ വെക്കുന്ന ഇടങ്ങൾ, അത് നമ്മളുടെ വാലറ്റ് ആകാം, നമ്മളുടെ മേശവരിപ്പാകാം, നമ്മളുടെ വീട്ടിലെ അലമാരി ആകാം, നമ്മളുടെ പോക്കറ്റിലാകാം, എവിടെയാവട്ടെ, നമ്മുടെ വണ്ടിയിലെ ഡാഷ്ബോർഡിനുള്ളിലാകാം, എവിടെയാവട്ടെ, നമ്മൾ ആ പണം വെക്കുന്ന സ്ഥലം ആ ഡിവൈൻ എനർജിയെ സ്വീകരിക്കാൻ തക്ക രീതിയിൽ ഒരുക്കി വെക്കുക. ഒരു ദൈവികമായ വസ്തുവിനെ നമ്മൾ ഏതെങ്കിലും സ്ഥലത്ത് വെക്കുന്ന സമയത്ത് എന്തെല്ലാം ഒരുക്കങ്ങൾ നമ്മൾ ആ ഇടത്ത് നടത്താറുണ്ടോ അത്രയും പരിശുദ്ധമായ ഇടങ്ങളിൽ മാത്രം നമ്മൾ പണത്തെ വെക്കുക. തീർച്ചയായിട്ടും ആ ശീലം നിങ്ങളുടെ മണി ഏരിയയിൽ പോസിറ്റീവായ ഒരുപാട് ചേഞ്ചസ് നിങ്ങൾക്ക് കൊണ്ടുതരും.